ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ ബാഗിൽ ഞാൻ ഒരു ദിവസത്തെ ഒരു ട്രിപ്പാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ഐറ്റംസ് അറേഞ്ച് ചെയ്യും, അല്ലെങ്കിൽ നോർമൽ എൻ്റെ ബാഗിൽ എന്തൊക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നിട്ട് അതിൽ കുറേ സാധനങ്ങൾ ഉണ്ടല്ലോ എന്ന്. പക്ഷേ എനിക്കിത് ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് പെട്ടെന്ന് ഒരു എമർജൻസി വന്നാലും കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഇതാണ് എൻ്റെ ഹാൻഡ് ബാഗ്. ഇതൊരു എന്താ പറയുക ഈ പറഞ്ഞ മാതിരി ബാക്ക് പാക്ക് മോഡലാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത് കുറച്ച് നാളായിട്ട്. കാരണം മോളെയൊക്കെ എടുക്കേണ്ടി വരെ. അപ്പോൾ ആ സമയത്ത് ശരിക്കും തോളത്തിട്ട് നടന്നാൽ നല്ല സുഖമായിട്ട് നടക്കാം. അതുകൊണ്ട് ഈ ഒരു മോഡലാണ്. എനിക്കറിയാം സ്റ്റൈലിഷ് ആയിട്ടിരിക്കുന്നത് സൈഡിലേക്ക് ഇടുന്ന ബാഗായിരിക്കും നമ്മുടെ ഒരു ഏജിന്. പക്ഷേ എനിക്കെന്തോ ഇതാണ് കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിട്ട് തോന്നിയത്. ആദ്യം തന്നെ പേഴ്സ് ഒരു നോർമൽ മോഡലാണ്. അതിലൊരു കാര്യമുള്ളത്, എനിക്ക് ഈ ലോങ് മോഡൽ പേഴ്സാണ് ഇഷ്ടം. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കാശ് നമുക്ക് കറക്റ്റ് കൃത്യമായിട്ട് വെക്കാം. അത് കഴിഞ്ഞ് അതിൻ്റെ അടുത്ത ഇതിൽ ബില്ലുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെക്കാം. പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ കോയിൻ ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ പേഴ്സ് ഉണ്ടല്ലോ, അതിൻ്റെ ഉള്ളിൽ കാർഡ്സ്, ഇപ്പോൾ ഹോസ്പിറ്റലിൻ്റെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ വയ്ക്കാറ്. ഇനി നമ്മുടെ ക്രെഡിറ്റ് കാർഡ്സ്, അങ്ങനത്തെ നമുക്ക് പെട്ടെന്ന് എടുക്കേണ്ടി വരുന്ന കാർഡ്സ് ഞാൻ ഈ ചെറിയ മോഡൽ ഓർഗനൈസർ, ഈ എന്താ പറയുക കാർഡ് ഹോൾഡറാണ് ഉപയോഗിക്കുന്നത്. കണ്ടില്ല, ഇതുപോലത്തെ 50 രൂപയായിരുന്നു കേട്ടോ അതിൻ്റെ വില. അടുത്തൊരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ചതാണ്. ഇപ്പോൾ അത്രയും പ്രത്യേകമായിട്ടൊന്നും പറയാനില്ല. പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ കോയിൻ ഇടാൻ വേണ്ടിയിട്ട് ചെറിയൊരു പൗച്ചും കൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് 70 രൂപയായിരുന്നു കേട്ടോ വില. ഇത് എന്തോ നല്ല ഭംഗി കണ്ടപ്പോൾ, സാധാരണ ഇതിന് ആവശ്യമൊന്നുമില്ല ഇങ്ങനത്തെ പേഴ്സിൻ്റെ. പക്ഷെ അത് നല്ല രസമുണ്ട് കാണാൻ. അതിൻ്റെ ആ എന്താ പറയുക ഷെല്ലും സംഭവങ്ങളൊക്കെ കണ്ടപ്പോൾ നല്ല ഇഷ്ടമായിപ്പോൾ ഞാൻ മേടിച്ചാണ്. അതിൻ്റെ പ്രത്യേകത കൂടി ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ ഈ ഷെല്ലുണ്ടല്ലോ, നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ സ്വൈപ്പ് ചെയ്താൽ വേറെ കളറാവും. ഇങ്ങനെ മോഡലിൽ ഇപ്പോൾ കുറേ ഡ്രസ്സും അങ്ങനത്തെ സാധനങ്ങൾ ഈ ഷെല്ല് ഇങ്ങനെ ആവുന്ന മോഡൽ ഇപ്പോൾ വരുന്നുണ്ട് കേട്ടോ. നിങ്ങളിത് കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് കാണിച്ചിരുന്നു മാത്രം, അത്ര തന്നെ. അപ്പോൾ ഇതാണ് കോയിൻ വെക്കുന്ന എൻ്റെ പേഴ്സ്. അപ്പോൾ അത് അതിൻ്റെ ഉള്ളിൽ അറേഞ്ച് ചെയ്തത്. അപ്പോൾ ഇത്രയ്ക്കൊക്കെയാണ് പേഴ്സിലെ എൻ്റെ അറേഞ്ച്മെൻറ്റ്സ്. ഇനി അടുത്തായിട്ട് ഇനി ബാഗിൽ വെക്കുന്ന അടുത്തായിട്ട് എന്ന് പറയുന്നത് ബേബി വൈപ്സ് ആണ്. വൈപ്സ് എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് മാത്രമല്ല, നമുക്കായാലും പെട്ടെന്ന് നമ്മുടെ കൈമിൽ എന്തെങ്കിലും ഒട്ടിപ്പിടിക്കുക അല്ലെങ്കിൽ എന്തായാലും ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവമാണ് ബേബി വൈപ്സ്. എപ്പോഴും എൻ്റെ ബാഗിൽ ഉണ്ടായിരിക്കും കേട്ടോ. പിന്നൊരു എന്താ പറയുക ഒരു കോമ്പ്, പിന്നെ ഒരു ചെറിയ മിറർ. നമ്മളിപ്പോൾ എല്ലായിടത്തും പോയി നമുക്കൊന്ന് റെഡി ആവണമെങ്കിൽ വണ്ടിയിൽ ഇരുന്നിട്ട് നമുക്ക് റെഡി ആവാനും കൂടിയിട്ടാണ് അത് വെച്ചിരിക്കുന്നത്. പിന്നെ കുറച്ച് പ്ലാസ്റ്റിക് കവേഴ്സ്. ഇതിങ്ങനെ സമോസയുടെ ഷേപ്പിലായിട്ട് ഫോൾഡ് ചെയ്തിരിക്കുന്നത്. അത് ഫോൾഡ് ചെയ്യുന്നത് എങ്ങനെയാണ് ഞാൻ മുൻപ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കവർ ഇങ്ങനെ മടക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായി ഒതുങ്ങിയിരുന്നോളൂ. എത്ര കവർ വേണമെങ്കിൽ നമുക്കിങ്ങനെ ഒതുക്കി വെക്കാം. പിന്നെ ഒരു ടവൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് എമർജൻസിക്കും ഉപയോഗിക്കാം. കയ്യിൽ പിടിക്കുന്നതല്ലാതെ ഒരെണ്ണം കൂടി വെച്ചിട്ടുണ്ട്. പിന്നെ എന്താ പറയുക കുട്ടികൾക്കായാലും നമുക്കായാലും ഒരു സ്നാക്ക് പോലെ കുറച്ച് നട്ട്സ് ഒരു കവറിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ബോട്ടിൽ വെള്ളവും, സ്റ്റീലിൻ്റെ കുപ്പിയാണ് നല്ലത് കേട്ടോ ഈ ബോട്ടിൽ മാറ്റാൻ ഞാൻ വിചാരിക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ സാനിറ്ററി പാഡും കൂടി വെച്ചിട്ടുണ്ട്. നമുക്കൊരു എമർജൻസിക്ക് എന്തെങ്കിലും വേണ്ടി വന്നാൽ എടുക്കാൻ വേണ്ടിയിട്ട് അതും കൂടി വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ ചെറിയ മേക്കപ്പ് പൗച്ചാണ്. അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു എന്താ പറയുക ക്രീം വെച്ചിട്ടുണ്ട്. ഒരെണ്ണം ഒരു വാസലിൻ്റെ ഒരു ചെറിയ ബോട്ടിൽ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് എമർജൻസിക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ആവശ്യം വന്ന സ്കിൻ പെൻ ഡ്രൈ ആയി തോന്നി അപ്പോൾ നമ്മൾ ഒരു 1 ഡേ ട്രിപ്പ് ആകുമ്പോൾ ഇതൊക്കെ ഒന്ന് വെക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ചെറിയ പൗഡർ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയൊരു പെർഫ്യൂം വെച്ചിട്ടുണ്ട്. അത് ഒരു അത്തറാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഒരു ചെറിയ ലിപ് ഗ്ലോസും വെച്ചിട്ടുണ്ട്. ഞാൻ പുറത്തേക്ക് പോയാൽ പിന്നെ അങ്ങനെ മേക്കപ്പ് അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും ചെയ്യാറില്ല. ചെയ്ത പോലെ പോവും. പിന്നെ അതും ജസ്റ്റ് ഈ പറഞ്ഞ മാതിരി ഐറ്റംസൊക്കെ യൂസ് ചെയ്യാറുള്ളൂ. ഭയങ്കര മേക്കപ്പ് നമ്മുടെ പിള്ളേരെ കൂടെ പോകുമ്പോൾ ഒന്നും മേക്കപ്പിനൊന്നല്ല നേരം, ബാക്കി കാര്യങ്ങൾക്ക് എൻ്റെ ബിസി ആയിരിക്കുമല്ലോ. അപ്പോൾ അത് കഴിഞ്ഞില്ലേ. പിന്നെ എനിക്ക് മസ്റ്റായിട്ട് മിക്കപ്പോഴും ഒരു 1 ഡേ ട്രിപ്പ് പോവുകയാണെങ്കിൽ എടുക്കേണ്ടത് ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സ് പോലെ ചെറിയൊരു പൗച്ചുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ബേസിക് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് വയ്യാതായാലോ നമുക്കായാലും വയ്യാണ്ടായാലും എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം തന്നെ അതിലുള്ളത് ഒരു ഹാൻഡ് സാനിറ്റൈസർ വെച്ചിട്ടുണ്ട്. അതൊരെണ്ണം. ഇത് കെയർ മേറ്റ് എന്ന് പറഞ്ഞിട്ട് ലെമൻ്റെ ഫ്ലേവറിലുള്ളത് ഒരെണ്ണമാണ്. പിന്നെ മക്കൾക്ക് ഒരു പനിയുടെ മെഡിസിൻ വെച്ചിട്ടുണ്ട് ഒരെണ്ണം. പിന്നെ ഇനിയിപ്പോൾ നമുക്കങ്ങാനും വല്ല പെയിൻ കില്ലർ പോലെ ഒരു ഡോളോ വെച്ചിട്ടുണ്ട്. പിന്നെ എന്താ പറയുക ബാൻഡേജ് ഉണ്ട് കുറച്ച്. പിന്നെ വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഒരു മെഡിസിൻ വെച്ചിട്ടുണ്ട്. ബാൻഡേജ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ കാലങ്ങളും പൊട്ടിയാൽ വെക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ഓയിൽമെൻറ്റും അതിലുണ്ട്. അപ്പോൾ മക്കളായാലും പോയാൽ എന്തെങ്കിലും ഉണ്ടായാലും നമുക്ക് എമർജൻസി ആയിട്ട് എന്തെങ്കിലും ചെയ്യേണ്ടി വന്നാൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതും കൂടി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ കുഞ്ഞ പൗച്ചിൽ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഒരു കുഞ്ഞേ ബോക്സിൽ ഞാൻ കുറച്ച് സേഫ്റ്റി പിന്നും കൂടി വെച്ചിട്ടുണ്ട്. നിങ്ങൾ വിചാരിക്കും എന്തൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കയറ്റി വെച്ചേക്കണമെന്നില്ലേ, ബാഗിൻ്റെ ഉള്ളിൽ മുഴുവൻ സാധനങ്ങളാണല്ലോ എന്ന്. അപ്പോൾ ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു എമർജൻസിക്ക് യൂസ് ചെയ്യല, അത് ഓർത്തിട്ടാണ്. പിന്നെ ബാഗിൻ്റെ ഉള്ളിൽ ഇനിയിപ്പോൾ അറേഞ്ച് ചെയ്യാൻ പോവാണ്, വേറെ ഒന്നുമില്ല. ഇതൊരു ചെറിയ പാനി കേട്ടോ, കണ്ട ഐസ്ക്രീമിൻ്റെ ഷേപ്പിലുള്ളൊരു പെന്നാണ്. അത് ഞാൻ അതിൽ ഓൾറെഡി ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചേക്കാണ്, ബാഗിൻ്റെ ഉള്ളിൽ ഇട്ടേക്കാണ്. വേണമെങ്കിൽ നമുക്ക് ഊരി എടുക്കാം. അപ്പോൾ ഇനി ബാഗ് ഐറ്റംസൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ഈ ബാഗിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ബാഗ് ഓർഗനൈസ് ചെയ്യണ ഒരു സംഭവം കിട്ടുന്നുണ്ട് നമുക്ക് ആമസോണിൽ മേടിക്കാൻ. ഈ ബാഗിൽ അങ്ങനെ വെക്കാൻ പറ്റില്ല അതുപോലത്തെ ഓർഗനൈസർ. നമുക്ക് സാധാരണ തോളിലിടുന്ന ബാഗാണെന്നുണ്ടെങ്കിൽ, സൈഡിലേക്ക് ഇടുന്ന ബാഗാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഓർഗനൈസറൊക്കെ വെച്ച് നമുക്ക് വെക്കാം. പക്ഷെ ഞാൻ ജസ്റ്റ് ഇത് ഇങ്ങനെ ഒതുക്കുന്നുള്ളൂ. പിന്നെ ഇതിൽ കുഞ്ഞു എന്താ പറയുക പേഴ്സ്, കുഞ്ഞു പൗച്ചസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് വെക്കാൻ പറ്റും വേറെ പെട്ടെന്ന് എടുക്കേണ്ട ഐറ്റംസൊക്കെ. അപ്പോൾ അങ്ങനെ അറേഞ്ച് ചെയ്ത് ഫുൾ വെക്കുകയാണ്.
അപ്പോൾ ബാഗ് ഓർഗനൈസിങ് നോർമലി ഇങ്ങനെയാണ്. ഇനി നിങ്ങൾക്ക് പഴയ വീഡിയോസ് റെഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ബാഗ് എങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെക്കുക എന്നുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഞാൻ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. അതേപോലെ തന്നെ കവർ ഫോൾഡ് ചെയ്യണതിനെ പറ്റിയിട്ടുള്ള വീഡിയോയും ചെയ്തിട്ടുണ്ട്. പിന്നെ മുൻപ് പഴയ ഒരു വീഡിയോ ഉണ്ട് ഹാൻഡ് ബാഗ് ഓർഗനൈസിങ്, കുറച്ചും കൂടി വ്യത്യാസമായിട്ടുള്ളതാണ്. അതും കൂടി വേണമെങ്കിൽ നിങ്ങൾക്ക് കാണണമെങ്കിൽ അതിൻ്റെ ലിങ്ക് കൂടി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ എമർജൻസി ആയിട്ടുള്ള കുറച്ച് ഐറ്റംസൊക്കെ നിങ്ങൾ അറേഞ്ച് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു ആവശ്യം വന്നാലും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നമ്മുടെ ബാഗിൽ കുറേ ഐറ്റംസൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ എന്തായാലും ഇതുപോലെ മറക്കാതെ ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് എന്നോട് പറയുക. അപ്പോൾ വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ കമൻറ്റും ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെയ്ക്കും എല്ലാവരോടും ബൈ ബൈ.